ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴിതാ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. ടാസ്ക് കൊടുത്തിരിക്കുന്നത് പവർ റൂമിലേക്ക് കയറാൻ വേണ്ടിയുള്ള ടാസ്ക്കാണ്. 3 ടീമുകളും തമ്മിലുള്ള മത്സരമായിരുന്നു. ടണൽ ടീമും അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ടീമും ഡൺ ടീമും തമ്മിലുള്ള മത്സരമായിരുന്നു. ടാസ്ക് ഇതായിരുന്നു. ആക്ടിവിറ്റി ഏരിയയിൽ കേരളത്തിൻ്റെ ഭൂപടം ഉണ്ടാവും. അവിടെ കുറേ പസിൽസ് ഉണ്ടാവും. ആ പസിൽസിലെല്ലാം ഓരോ ജില്ലകളുടെ പ്രത്യേകതകളും ഒട്ടിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാവും. കറക്റ്റായിട്ടുള്ള പസിലുകൾ വെച്ച് കേരളത്തിൻ്റെ ആ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ ടാസ്ക്. ആദ്യം ആര് പോകണം ടാസ്ക് കളിക്കാനെന്ന് തീരുമാനിക്കേണ്ട പവർ റൂം ആയിരുന്നു. പവർ റൂം ആദ്യം തീരുമാനിച്ചത് ടണലാണ് ആദ്യം പോയപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ അവർ കളിക്കുന്നത് തന്നെയല്ല. അവിടെ ചെന്നപ്പോൾ തന്നെ ജിൻഡോയും അതോടൊപ്പം തന്നെ റസ്മിനും നിഷാനയുമാണ് ആ ടീമിലുള്ളത്. ജിൻഡോയൊക്കെ അവിടെ ചെന്നപ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയാണ് അവരെ തുടങ്ങുന്നത്. അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവിടെ അവർ 3 പേരെ ഉള്ളായിരുന്നു. 3 പേരും വളരെ മനോഹരമായിട്ട് തന്നെ അതിനകത്ത് വെച്ചു എന്നുള്ളതാണ്. അവരാണെങ്കിൽ 7 എണ്ണം വെച്ചതിൽ 6 എണ്ണം വെച്ചുകൊണ്ട് അവർ ഫസ്റ്റ് നേടിയിരിക്കുകയാണ്. രണ്ടാമത് പോയത് ഡണ്ണാണ് വന്നിരിക്കുന്നത്. അവർ 5 പസിൽസ് കറക്റ്റായിട്ട് വെച്ചു. അത് കഴിഞ്ഞ് ലാസ്റ്റ് വന്നത് നെക്സ്റ്റിന് 4 മാത്രമേ വെക്കാനായിട്ട് സാധിച്ചുള്ളൂ. അങ്ങനെ ഇപ്പോൾ 2 മത്സരത്തിലായിട്ട് 3 പോയിന്റ് നേടി. ഇപ്പോൾ ടണലാണ് ഇനി പവർ ടീമുമായിട്ട് മത്സരിക്കേണ്ടത്. വളരെ സന്തോഷത്തിലാണ് ജിൻഡോയും കൂട്ടരും. അവർക്ക് ഇങ്ങനെ ഒരു നേട്ടം നേടിയതിൽ വളരെ സന്തോഷമാണ്. ജിൻഡോയുടെയൊക്കെ ഒരു ആഹ്ലാദവും സന്തോഷവും റസ്മിനായാലും നിഷാനയായാലും വളരെ സന്തോഷത്തിലാണ്. കാരണം അവർ 3 പേരേ ഉള്ളൂ. എല്ലാവർക്കും അവരെ തോൽപ്പിക്കാമെന്നും അവർ വെറും നിസാര ടീമാണെന്നും വിചാരിച്ചെടുത്തു നിന്നാണ് അവർ ടോപ്പ് പോയിന്റ് നേടി അവരിപ്പം പവർ ടീമുമായിട്ട് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്നത്. എന്തുവായാലും അവർക്ക് പവർ ടീം നേടാൻ സാധിക്കുമോ, പവർ കൈക്കലാക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണാം. കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേഷനൊക്കെ ഈ ചാനലുണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്.